ദൈവം തരും. അബ്രാഹാം അതേ അനുഭവത്തിലാണ് മലയിറങ്ങിയത്. പോയ പോലെയാണോ ഇറങ്ങിയത്? പോയപ്പോൾ വിറകും കത്തിയൊക്കെയായി ടെൻഷനോടെ ഇങ്ങനെ കയറി പോവുകയാണ്. തിരിച്ചു വരുന്നത് ദൈവം ഇടപെട്ട 100 അനുഭവങ്ങളുമായി സന്തോഷത്തോടെ മലയിറങ്ങി വന്നു. ഇതുപോലൊരു 33 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ന് സങ്കടത്തിലാകാം, ഇന്ന് വിഷമത്തിലാകാം, ഇന്ന് ആകെ ശ്വാസം മുട്ടുന്ന അനുഭവങ്ങളിലൂടെ ആകാം ഇന്ന് കയറി പോകുന്നത്. നിങ്ങൾ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാം മലയിറങ്ങി ഇങ്ങനെ വന്നതുപോലെ സന്തോഷത്തോടെ ദൈവം എന്നെ തൊട്ടു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ദൈവം എനിക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞൊരു ഒരു കൊട്ട സാക്ഷ്യവുമായി ഈ മലയിറങ്ങാൻ പ്രിയരെ നിങ്ങളെ ദൈവം സഹായിക്കും. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങാം. ചുമ്മാ എന്തേലുമല്ല, നമ്മുടെ ജീവിതവും ശരീരവും മനസ്സും എല്ലാം. നിങ്ങൾ ഇന്നുവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശാലോമിലേക്ക് നിങ്ങൾ വിളിക്കണം. ആ നിയോഗം നിങ്ങൾ പറയണം. ജപമാല സഖ്യത്തിൽ പങ്കുചേരണം. എന്നിട്ടൊരു കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മ കളയരുത്. ഇത് അനുഗ്രഹത്തിൻ്റെ ചില ബന്ധങ്ങളാണ്, ദൈവം ഒരുക്കിയ അവസരങ്ങളാണ്. അത് കളയരുത്. തുടർന്നുള്ള ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയിലും വചനത്തിലും കേട്ട കാര്യങ്ങൾ 100% നിങ്ങളുടെ നാവുകൊണ്ട് പറയും. ദൈവം തരും, ദൈവം തരും. അത് തെറ്റില്ല, അത് തെറ്റിപ്പോകില്ല. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ സന്തോഷിക്കും. ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഇരിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ വിശ്വാസത്തോടും പ്രാർത്ഥനയിലും ആയിരിക്കാം. ഇന്നത്തെ ആരാധനയിൽ നിയോഗമായി സമർപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഇപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളും ഓരോ കുടുംബങ്ങളെയും, ഓരോ യുവതി യുവാക്കളെയും, മാതാപിതാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, എല്ലാ പ്രായത്തിലുള്ളവരെയും സ്നേഹത്തോടെ ഈ ആരാധനയുടെ മുമ്പിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. ഈ കുടുംബത്തിന് വേണ്ടി, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അയക്കണമേ. ഇവരായിരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. അബ്രാഹാം മകനായ ഇസഹാക്കിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം തരും. ഒരു നല്ല ഉത്തരവാണത്. ദൈവം തരും. അങ്ങനെയെങ്കിൽ ഈ ഒരു നല്ല ബോധ്യത്തിലിരുന്ന് നിങ്ങളിങ്ങനെ നിയോഗങ്ങളൊക്കെ എഴുതി ഒരു നിയോഗത്തോടെയാണ് ഈ 33 ദിവസം പങ്കെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ആ നിയോഗത്തെ, നിങ്ങൾ കേൾക്കുന്ന സ്വരമാണ് ദൈവം തരും, ദൈവം തരും. ആ വിഷയത്തെ മുൻനിർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു വാക്യത്തെ ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം തരും. ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നാളെ 10:30 സമയമാകുമ്പം എനിക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഞാൻ കുറേ പേരുടെ വീടുകളിൽ പോയി ഡയറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു, കുറച്ച് പണം ഉണ്ടാകുമോ? എനിക്കൊരു അത്യാവശ്യ നിലയിലാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ? അവരെല്ലാം ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞു. ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പം എൻ്റെ അടുത്തില്ല കേട്ടോ, ഞാൻ 1 മാസത്തിനുള്ളിൽ നോക്കാം. ആരും ഉറപ്പ് നൽകിയില്ല. അപ്പം അദ്ദേഹം അന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച അതിനുശേഷം അയാൾ പ്രാർത്ഥനാമുറിയിൽ കയറി. എന്നിട്ട് അദ്ദേഹം ആ ഒരു കാര്യത്തെ എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അയാൾ പറയണം, എൻ്റെ ചെവികളിൽ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കിൽ ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. ദൈവം നിനക്ക് തരും, ദൈവം ഒരുക്കും, ദൈവം തരും, ദൈവം ഒരുക്കും. ഈ 2 കാര്യങ്ങൾ മറക്കരുത്. ദൈവം തരും, ദൈവം ഒരുക്കും. ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ്
അദ്ദേഹത്തിനൊരു ഫോൺ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നൊരു സുഹൃത്തിനെ അന്നേരം ഇത്രയും ദിവസം അലഞ്ഞു നടന്ന് പലരോടും ചോദിച്ചപ്പം ഇയാളുടെ മുഖമോ ഇയാളുടെ നമ്പർ ഫോണിലുണ്ടെന്ന് പോലും ഓർത്തില്ല. അദ്ദേഹം ആ പ്രാർത്ഥനയിൽ നിന്നിറങ്ങി കുറച്ച് കഴിഞ്ഞ് അയാളൊരു ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു, നിനക്ക് ഫ്രീ ഉള്ളപ്പം ഒന്ന് വിളിക്കാമോ, ഞാനൊരു അത്യാവശ്യ ഘട്ടത്തിലാണ്. ആ മെസ്സേജ് കണ്ടപ്പോൾ അയാൾ വിളിച്ചു. വാട്സപ്പിലാണ് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക കാര്യം പറഞ്ഞപ്പോൾ അയാൾ അന്നേരം ചെയ്തത്, ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇപ്പം അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, നീ എൻ്റെ വേണ്ട പോലെ ആ കാര്യങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത, അപ്പം ദൈവം വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആ മനുഷ്യൻ പറയാം, 10:30 എനിക്ക് ആവശ്യം എൻ്റെ മുമ്പിലുള്ളത്. അതിനുശേഷം ചിലപ്പോൾ ഈ പണം ചോദിച്ചു വരുന്നവർ അടിക്കാം, ചിലപ്പോൾ അപ്പനും അമ്മയ്ക്കും പറയും, ചിലപ്പോൾ മക്കളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് വല്ലാതെ നാണം കെടേണ്ടി വരും, അല്ലെ അയൽവാസികൾ കേൾക്കും. അത്രയും ഞാൻ തകർന്നു പോകുമായിരുന്നു. പക്ഷേ 9:45 സമയത്താണ് സുഹൃത്ത് പറയുന്നത്, ഞാൻ നിനക്ക് അക്കൗണ്ടിലേക്ക് പണമിടാം. കാര്യങ്ങൾ ദൈവം ഇടപെട്ടത് കണ്ടോ? ദൈവം കരുതും, ദൈവം ഇടപെടും. ആമേൻ. ഈ 2 കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം കരുതും, ദൈവം തരും. ആമേൻ. ദൈവം കരുതും. പാട്ടുകാരൻ പാടുന്നതോടൊപ്പം ആദ്യത്തെ 4 വരികളൊന്ന് ശ്രദ്ധിക്കുകയാണ് ഈ ആരാധനയിൽ. ദൈവം കരുതും. ഒരു പാട്ടിങ്ങനെയുണ്ട്, കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ. കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. കരുതുന്ന ദൈവം, ദൈവം തരും. വിശ്വാസത്തിൽ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം വച്ചിട്ട് ആ പ്രാർത്ഥനയെ നോക്കിയിട്ട് ദൈവം പറയാണ്, ദൈവം കരുതും, ദൈവം തരും. കുഞ്ഞെ സങ്കടപ്പെടണ്ട, വിഷമിച്ച് തലതാഴ്ത്തിയിരിക്കണ്ട. ദൈവം കരുതും, ദൈവം തരും, ദൈവം കരുതും. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഈ വചനം നമ്മൾ ഇന്ന് കേട്ട വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ലഭിക്കുകയാണ്, നീ നിൻ്റെ മകനെ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു. ദീർഘനാൾ കാത്തിരുന്നാണ് അവർക്ക് ദൈവം ഈ അനുഗ്രഹം നൽകിയത്. എന്നാൽ കുഞ്ഞിന് കുറച്ച് പ്രായമായപ്പോൾ കണ്ട് കൊതി തീർന്നിട്ടില്ല, എടുത്ത് കൊതി തീർന്നിട്ടില്ല, സന്തോഷിപ്പിച്ചും ലാളിച്ചും കൊതി തീർന്നിട്ടില്ലാത്ത അബ്രാഹത്തോട് ദൈവം പറയാണ്, ആ കുഞ്ഞിനെ നീ മലമുകളിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കണം. അങ്ങനെ ബലി അർപ്പിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് വിറകും കത്തിയും തീയുമൊക്കെ എടുത്ത് മോറിയ മല കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് മകനായ ഇസഹാക്ക് ചോദിച്ചു, വിറകും തീയും കത്തിയുമുണ്ടല്ലോ, ബലി അർപ്പിക്കാനുള്ള ബലിമൃഗം എവിടെ? 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ തെല്ലും ആലോചിക്കാതെ, അയ്യോ ഞാൻ ആ കാര്യം ചിന്തിച്ചില്ലല്ലോ എന്ന് പറയാതെ, അതൊരു വലിയ കാര്യമാണല്ലോ, ഞാൻ ആ കാര്യം വിട്ടുപോയി എന്ന് പറയാതെ, തെല്ലും ആലോചിക്കാതെ 8-ാമത്തെ വാക്യം, അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവിടെ ദൈവം തരും എന്നല്ല കേട്ടോ. നമ്മളൊക്കെ സാധാരണ ആ വാക്യം മറ്റൊരാളോട് പറയുമ്പോൾ ദൈവം തരും എന്നാവും. പക്ഷെ അതിനകത്ത് ദൈവം തന്നെ തരുമെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ നോക്കിക്കേ, ബൈബിൾ തുറന്നു വെച്ച് നോക്കിക്കേ. 22-ാം അധ്യായം 8-ാമത്തെ വാക്യം, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്നല്ല, ദൈവം തന്നെ തരും. എത്ര ഉറപ്പുണ്ടേലല്ലേ ആ വാക്ക് അവിടെ വരുള്ളൂ. അല്ലെങ്കിൽ ദൈവം തരുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം, ചെന്ന് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു മൈൻഡല്ല, മൈൻഡ് ഇതാണ്, ദൈവം തന്നെ തരും. എനിക്ക് നിങ്ങളോടും ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഈ തുറന്ന ബൈബിളിൽ നിന്ന് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം തന്നെ തരും,
ദൈവം തന്നെ ആ കാര്യം നടത്തും. ദൈവം തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. ദൈവം തന്നെ ഈ രോഗം സൗഖ്യമാക്കും. ദൈവം തന്നെ ഈ കാര്യത്തിൽ ഇടപെടും. ദൈവം തന്നെ ഇടപെടും. വേറെ ആരും ഇടപെട്ടിട്ട് കാര്യമില്ല. ദൈവം തന്നെ തരും. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അവരൊന്നിച്ച് മുമ്പോട്ട് പോയി, ഒരുമിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് അബ്രഹാം ബലിപീഠം പണിതു, വിറകടുക്കി, അതിൻ്റെ മുകളിൽ ഇസഹാക്കിനെ ബന്ധിച്ചു കിടത്തി, അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്തു. കത്തിയെടുത്ത് ആ കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു വിളി വിളിക്കുകയാണ്, അബ്രഹാം. പേരാ വിളിച്ചത്, അബ്രഹാം. ഇന്ന് ദൈവം നിങ്ങളുടെ പേര് വിളിച്ച് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അബ്രാഹത്തെ മോറിയ മലമുകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അബ്രഹാം കേൾക്കാണ്, അബ്രഹാം എന്നൊരു വിളി. അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഇതുപോലെ നിന്റെ കുടുംബത്തെ, ഈ കുടുംബത്തിലെ വ്യക്തികളുടെ പേര് വിളിച്ച് ഇന്ന് സ്വർഗം അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ആരാധനയുടെ സമയം. പേര് വിളിച്ച് നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന സമയം, പേര് വിളിച്ച് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയം, പേര് വിളിച്ച് നിന്നെ വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു സമയമാണ്. അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. അതിനുശേഷം ഒരു അത്ഭുതമുണ്ട്. ബൈബിൾ എഴുതിയിരിക്കുന്നു, അവിടെ 14-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അബ്രഹാം തല പൊക്കി നോക്കി. എങ്ങനെ തല പൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തല ഇങ്ങനെ ഉയർത്തി നോക്കും. അപ്പം അത്രയും നേരം പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥതയുള്ള മനസ്സും ആ അബ്രാഹം എങ്ങനെയിരുന്നേ, തല താന്നിരുന്നതാണ്. വിശ്വാസത്തിൽ മല കയറി അബ്രാഹം കൂടുതൽ തല താഴ്ന്നുവെന്നല്ല, തല ഉയർത്തി നിർത്തി. ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തല കുനിഞ്ഞു നിൽക്കുകയാണോ, ടെൻഷനായി നിൽക്കുകയാണോ, നിന്റെ തലയെ, ശിരസിനെ ഉയർത്താൻ ദൈവം അനുഗ്രഹിക്കും. പേര് വിളിച്ച് നിന്നോട് ദൈവം പറയും, നീ ഒരു കാര്യത്തിലും വിഷമിച്ച് ഇങ്ങനെ ചുരുണ്ടിരിക്കണ്ട, തല കുനിച്ചിരിക്കണ്ട. ആ സംഭവം എങ്ങനെയാണല്ലോ, ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഈ സാഹചര്യം ഇങ്ങനെയാണല്ലോ, തല കുനിച്ചിരിക്കണ്ട. ദൈവം പറയാ, നീ തല ഉയർത്തി നോക്ക്, ശിരസ് ഉയർത്തി നോക്ക്. ശിരസ് ഉയർത്തി നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയോ? ദൈവം ഒരുക്കിയത് കണ്ടു, ദൈവം കരുതിയത് കണ്ടു. പ്രിയപ്പെട്ടവരെ, വിഷമമുള്ള മനസ്സും സംശയമുള്ള മനസ്സും പ്രാർത്ഥനയില്ലാത്ത മനസ്സുമായിരുന്നാൽ തല ഉയർത്തി നോക്കാൻ കഴിയില്ല. ദൈവം ഒരുക്കിയത് കാണണമെങ്കിൽ വിശ്വാസത്തിൽ ആ ശിരസ് ഉയർന്നു നിൽക്കണം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ജീവിതവും എല്ലാം ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചിട്ട് ശിരസ് ഉയർത്താൻ ദൈവം ഒരുക്കുന്ന സമയം. പേര് വിളിച്ച് നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. പേര് വിളിച്ച്. അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുകയാണ്, 14-ാമത്തെ വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഇരേ എന്ന് പേരിട്ടു. അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും എന്നവൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ആ വാക്ക് അബ്രഹാം എന്നാ പറഞ്ഞെന്നറിയോ? മല കയറി മുകളിലെത്തി തല ഉയർത്തി നോക്കി ദൈവം ഒരുക്കിയത് കണ്ടപ്പോൾ അബ്രഹാം പറയുവാണ്, ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. എങ്ങനെയെങ്കിലും ഇന്ന് ദിവികാരുണ്യ ഈശോ നിങ്ങളോട് പറയുവാണ്, ഈ ആരാധനയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. വേണ്ടത് വേണ്ടത് എന്താ നിങ്ങൾക്ക് വേണ്ടത്? വേണ്ടത് എന്താ? ചിലർ പറയും ചില സമാധാനമാണ് എനിക്ക് വേണ്ടത്. ചിലർ പറയും ഒരല്പ സാമ്പത്തിക പ്രതിസന്ധി മാറുകയാണ് എൻ്റെ ആവശ്യം, അതാണ് എനിക്ക് വേണ്ടത്. ചിലർ പറയും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗമാണ്, അതൊന്ന് മാറുകയാണ് എനിക്ക് വേണ്ടത്. അബ്രഹാം പറഞ്ഞു, ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും.
വേണ്ടത്. ഇന്ന് ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനയ്ക്കൊരുക്കമായി ശാലോമിലെ ശുശ്രൂഷയുടെ ദിവസം ദൈവം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നൊരു സമയമാണിത്. ദൈവം നിങ്ങൾക്ക് വേണ്ടത് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിലായിരിക്കും ഇത് കേൾക്കുന്നത്, മധ്യാഹ്നത്തിലായിരിക്കും ഇത് കേൾക്കുന്നത്, സന്ധ്യയായി രാത്രിയിലെ ഈ സമയത്തായിരിക്കും ഇത് കേൾക്കുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടത് പ്രദാനം ചെയ്യും, വേണ്ടത് പ്രദാനം ചെയ്യും. നിന്റെ മക്കൾക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത്, ആരോഗ്യത്തിന് വേണ്ടത്, ആയുസ്സിന് വേണ്ടത്, ജീവിത പങ്കാളിക്ക് വേണ്ടത്, ആത്മീയ ജീവിതത്തിന് വേണ്ടത്, ഭൗതിക ജീവിതത്തിന് വേണ്ടത്, ബന്ധങ്ങളിൽ വേണ്ടത്, വേണ്ടത് പ്രദാനം ചെയ്യും. വേണ്ടത്. ഒത്തിരി നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനെങ്കിൽ ആ വേണ്ട കാര്യങ്ങളെ ഈ ആരാധനയിലേക്കൊന്ന് കൊടുത്തേ. അബ്രഹാം മോറിയ മല കയറിയത് ഒരു പക്ഷേ ദൈവം തരുമെന്നൊക്കെ പറഞ്ഞാലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ കാണും ആ മനസ്സിൽ. പ്രായമുള്ള ആ മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും കലങ്ങിയതായിരിക്കും. പക്ഷെ ഒരു ബോധ്യമുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഒരു സൈഡിൽ വേദനയുണ്ടെങ്കിലും ദൈവം തരുമെന്നുറപ്പ്, ദൈവം തരുമെന്നുറപ്പ്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് സാഹചര്യങ്ങളെല്ലാം കണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ആ പാട്ടുകൾ പാടി. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ, എൻ്റെ മഹത്വം നീ കാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മലയിൽ വേണ്ടത് ദൈവം ചെയ്തെങ്കിൽ ഈ ആരാധനയിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് ദൈവം ചെയ്യും. ദൈവം തരും, ദൈവം കരുതും, ദൈവം തരും, ദൈവം കരുതും. പ്രതിസന്ധികൾ മാറുന്നതാണോ? ദൈവം കരുതും, ദൈവം തരും. ബന്ധനങ്ങൾ അഴിയേണ്ട ആവശ്യമാണോ? ദൈവം അവിടെ കരുതും, ദൈവം ഒരുക്കും. എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ വാട്സപ്പിൽ ചിലരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരു മെസ്സേജ് വിടും. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞാൻ അതിൻ്റെ താഴെ അത് വായിച്ചിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ന അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ ദൈവം കരുതും, ദൈവം നടത്തും എന്ന് പറയും. അതിൻ്റെ താഴെ അവർ കൈകൂപ്പുന്ന ചില ചിഹ്നങ്ങളും ആമേനൊക്കെ പറഞ്ഞ് ചിലർ സ്വീകരിക്കും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും, ആ കുഞ്ഞു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുവെന്ന്. ദൈവം കരുതും, ദൈവം തരും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് പാടുകയാണ്. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ.